മാനേജ്മെന്റ് അടക്കമുള്ള കോഴ്സുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. ഈ 8.5 വർഷത്തിനിടയിൽ ഏകദേശം 960 കായിക താരങ്ങൾക്ക് നിയമനം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് സർ. അർഹരായ എല്ലാ ആളുകൾക്കും നമുക്ക് കായിക മേഖലയിൽ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നിയമനം നൽകുന്നുണ്ട് സർ. ബഹുമാനപ്പെട്ട PK ബഷീറും അതോടൊപ്പം തന്നെ മാധ്യമവും ദിനപത്രവും ഈ കാര്യത്തിൽ ഒരു ചെറിയ പത്രത്തിൽ ഒരു വാർത്തയെല്ലാം കണ്ടു. അദ്ദേഹം തന്നെ അത് ആവർത്തിച്ചു. അത് അനസുമായി ബന്ധപ്പെട്ട കാര്യം. പൊതുഭരണ വകുപ്പ് 2021 ഫെബ്രുവരി 18 പുറത്തിറക്കിയ വിജ്ഞാന പ്രകാരമാണ് 2015 മുതൽ 19 വരെ കാലയളവിൽ സ്പോർട്സ് കോട്ട നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് സർ. ഇത് പ്രകാരം 2013 മുതൽ 19 വരെ മാർച്ച് 31 വരെ കാലയളവിൽ നിശ്ചിത കായിക നേട്ടങ്ങൾ കൈവരിച്ചവർക്കാണ് അപേക്ഷ നൽകാൻ കഴിയുക. വിജ്ഞാപനത്തിലെ മാനദണ്ഡങ്ങൾ പ്രകാരം അംഗീകൃത അന്താരാഷ്ട്ര ഫെഡറേഷനുകൾ നടത്തിയ ഒളിമ്പിക്സ്, ലോകകപ്പ്, ലോക യൂണിവേഴ്സിറ്റി ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, സാഫ് ഗെയിംസ് എന്നിവയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തവരെയും വ്യക്തിഗത ഇനങ്ങളിൽ ടീമങ്ങളോടോ 1, 2, 3 സ്ഥാനം നേടിയ വിജയികളെയും ആണ് പരിഗണിക്കുക. ഫുട്ബോൾ താരം അനസ് എടത്തൊടിക നോട്ടിഫിക്കേഷനിൽ പരാമർശിക്കുന്ന കാലയളവിൽ പ്രസ്തുത മത്സരങ്ങൾ രാജ്യത്തെ പ്രതികരിച്ച് പങ്കെടുത്തിട്ടില്ല. സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകരിച്ച കായിക ഇനങ്ങളിൽ പങ്കെടുത്തുന്ന 1, 2, 3 സ്ഥാനം നേടിയ കേരള ടീം അംഗങ്ങളെയും ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ കേരളത്തിലെ സർവകലാശാലകൾ പ്രതികരിച്ച് 1, 2, 3 സ്ഥാനം നേടിയവർക്കും ഇതിൽ അപേക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ പരാമർശിക്കുന്ന കാലയളവിൽ അനസ് കേരളത്തെ പ്രതികരിച്ച് ഇത്തരം ഒരു മത്സരത്തിലും പങ്കെടുത്തതുകൊണ്ട് തന്നെ ആദ്യ 3 സ്ഥാനങ്ങളിൽ ടീമുകളിൽ അംഗമായിരുന്നില്ല എന്നാണ് സർ. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും അനാവശ്യമായിട്ടുള്ള വാർത്തകൾ പറയാനും ഉള്ള ശ്രമം ഇതിൽ പിന്മാറണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് സർ. കഴിഞ്ഞ പറയല്ലേ പ്ലീസ് സർ. ബില്ല് ധനാഭ്യർത്ഥന പാസ്സാക്കി തരാം. സർ, കേരളത്തിലെ കായിക വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ തന്നെ പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാക്കാനാണ് നമ്മൾ ഏറെ ശ്രമിച്ചിട്ടുള്ളത് സർ. സ്പോർട്സ് എക്കോണമി പോലുള്ള പുതിയ ആശയങ്ങൾ വികസിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കായികക്ഷമത പോലുള്ള മിഷന്റെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും സ്വകാര്യ സംരംഭകരെ പ്രോത്സാഹിപ്പിച്ച് PPP മോഡൽ വ്യാപകമാക്കുക, സ്പോർട്സ് സയൻസ്, സ്പോർട്സ് മാനേജ്മെന്റ് മേഖലകളിൽ സാന്നിധ്യം ശക്തമാക്കുക, ഇതെല്ലാം തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. കായിക മേഖലയിൽ സർക്കാർ സ്വകാര്യ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ള വലിയൊരു പ്രവർത്തനം കൂടി നമ്മൾ നടത്തുകയാണ് സർ. EV രാജ സ്പോർട്സ് സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന നടപടികൾ ഊർജിതമായി നടക്കുകയാണ് സർ. ഒളിമ്പിക്സ് 2036 ഇന്ത്യയിൽ ഒളിമ്പിക്സ് നടക്കാൻ പോവുകയാണ് സർ. അതിനാവശ്യമായിട്ടുള്ള മുൻകരുതുകൾ ഇപ്പോൾ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നമ്മൾ നടക്കുകയാണ് സർ. ഏതായാലും നിരവധിയായിട്ടുള്ള MLA-മാർ ഈ കായികവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കുകയും നിരവധിയായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു സർ. അവിടെ ഏറ്റവും വിലപ്പെട്ട അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും തീർച്ചയായും ഭാവിയിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ കായിക വകുപ്പിന് മുന്നോട്ട് പോകാനുള്ള സന്ദർഭം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അക്ബർ, മോഹസിൻ പോലുള്ള